ഇന്ന് നമ്മൾ പുതിയൊരു പ്രൊഡക്റ്റ് എങ്ങനെ നമ്മുടെ വെബ്സൈറ്റിലേക്ക് ആഡ് ചെയ്യുക എന്നുള്ളത് നോക്കാം. ആദ്യം നമ്മുടെ വെബ്സൈറ്റിൻ്റെ അഡ്മിൻ പേജിലേക്ക് പോവുക. ഇവിടെ നിന്നിട്ട് ഈ ഒരു പ്രൊഡക്ട്സ് എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷനിൽ നിന്നോ അല്ലെങ്കിൽ ഇൻവെന്ററിയുടെ താഴെയുള്ള പ്രൊഡക്റ്റ് ലിങ്കിൽ നിന്നും നമുക്ക് പുതിയ പ്രൊഡക്റ്റ് ആഡ് ചെയ്യാവുന്നതാണ്. ഈ ഒരു ലിങ്ക് എടുത്തതിന് ശേഷം ഇവിടെ ആഡ് പ്രൊഡക്റ്റ് ലിങ്ക് എന്ന് പറയുന്ന ഒരു ബട്ടൺ ഉണ്ട്. ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഈ ഒരു സെലക്ട് പ്രൊഡക്റ്റ് എന്ന് പറയുന്ന ഓപ്ഷനിൽ നമുക്ക് ഓൾറെഡി എക്സിസ്റ്റ് ചെയ്തിട്ടുള്ള ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റിൻ്റെ ഡീറ്റെയിൽസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഡീറ്റെയിൽസ് ഓട്ടോ ഫിൽ ചെയ്യുന്നതാണ്. ഒരു എക്സാമ്പിളായിട്ട് ഞാനിപ്പം ഓൾറെഡി ഉള്ള 2 സീറ്റ് സോഫ ബെഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതുമായിട്ടുള്ള റിലേറ്റ് ചെയ്തിട്ടുള്ള ഡീറ്റെയിൽസ് ഈ ഇമേജസ് ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ ഡീറ്റെയിൽസും അതിൽ അവൈലബിൾ ആയിരിക്കുന്നതാണ്. പക്ഷെ നമുക്കിപ്പോൾ പുതിയൊരു പ്രൊഡക്റ്റാണ് ആഡ് ചെയ്യേണ്ടത്. അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഏറ്റവും മുകളിൽ ക്രിയേറ്റ് ന്യൂ പ്രൊഡക്റ്റ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പം ഇതിൻ്റെ താഴെ വരുന്ന നെയിമിൽ നമ്മൾ പ്രൊഡക്റ്റിൻ്റെ നെയിം കൊടുക്കുക. അപ്പം എൻ്റെ പ്രൊഡക്റ്റിൻ്റെ നെയിമായിട്ട് ഞാനിവിടെ ഇത് പ്രൈസ് 1000 നമുക്ക് ഓഫർ പ്രൈസ് ആയിട്ട് ഒരു 60,000 കൊടുക്കാം. HSN കോഡ് വുഡൻ ഫർണിച്ചർ എന്ന് പറയുന്ന HSN കോഡ് കൊടുത്തിട്ടുണ്ട്. പിന്നെ കറൻ്റ്ലി അവൈലബിൾ, പിന്നെ ഷോ ഇൻ മെയിൻ ലിസ്റ്റിംഗ്. അങ്ങനെയാണ് കറൻ്റ്ലി അവൈലബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഷോ മെയിൻ ലിസ്റ്റിംഗ് കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ ഇത് നമ്മുടെ മെയിൻ വെബ്സൈറ്റിലേക്ക് അവൈലബിൾ ആവുള്ളൂ. നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പോയിന്റ് ഓഫ് സെയിലിന് വേണ്ടി മാത്രമായിട്ട് നമുക്ക് പ്രൊഡക്റ്റ് ആഡ് ചെയ്യാൻ പറ്റും. ആ ഒരു ഓപ്ഷൻ ആണെങ്കിൽ നമുക്ക് ഈ പോസ് എന്ന് പറയുന്ന പോർഷനിൽ ടിക്ക് ചെയ്യാവുന്നതാണ്. പിന്നെ പ്രൊഡക്റ്റ് ഷോർട്ട് ഡിസ്ക്രിപ്ഷനായിട്ട് നമ്മുടെ അതേ ഡിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ ഡിസ്ക്രിപ്ഷൻ ഉണ്ടെങ്കിൽ കൊടുക്കുക. മെയിൻ ഡിസ്ക്രിപ്ഷനായിട്ട് നമുക്ക് പ്രൊഡക്ട്സിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കാം. ഇത് കംപ്ലീറ്റ്ലി HTML ടാഗ്സ് സപ്പോർട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മുടേതായിട്ടുള്ള രീതിയിൽ ചെറിയ രീതിയിലുള്ള അഡ്ജസ്റ്റ്മെൻറ്റുകളും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ നിന്ന് തന്നെ എഡിറ്റ് ചെയ്യാൻ പറ്റും. ഡീറ്റെയിൽസ് പോർഷനിൽ നമുക്ക് മെഷർമെൻറ്റ് കാര്യങ്ങളെല്ലാം ആയിട്ട് നമുക്ക് കൊടുക്കാവുന്നതാണ്. ഈ ഒരു ഭാഗത്ത് തന്നെ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ ഇമേജസ് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ആഡ് ചെയ്യാവുന്നതാണ്. ഫോർ എക്സാമ്പിളായിട്ട് ഈ ഒരു ഇമേജ് കോപ്പി ചെയ്ത് ഞാനിവിടെ ഇട്ട് കഴിഞ്ഞാൽ അത് നമ്മുടെ വെബ്സൈറ്റിലേക്ക് നമ്മുടെ സൈസിന് അനുസരിച്ചിട്ട് അവൈലബിൾ ആവുന്നതാണ്. ഈ HSN കോഡിനെ ബേസ് ചെയ്തിട്ട് നമുക്കതിൻ്റെ GST ഓട്ടോ ഫില്ലായിട്ട് ഇവിടെ വരുന്നതാണ്. നമുക്ക് ആവശ്യാനുസരണം ടാക്സ് അപ്ഡേറ്റ് ചെയ്യണമെങ്കിൽ അതിനുള്ള ഓപ്ഷൻ നമ്മുടെ ഇപ്പോഴത്തെ ആപ്ലിക്കേഷനിൽ അവൈലബിൾ ആണ്. മെട്രിക്സ് ആയിട്ട് നമുക്ക് ഐറ്റംസ് കൊടുക്കാം. പിന്നെ ബ്രാൻഡ് ഏതെങ്കിലും പേരിന് അവൈലബിൾ ആണെങ്കിൽ ഓൾറെഡി അവൈലബിൾ ആയിട്ടുള്ളൊരു ബ്രാൻഡ് നമുക്ക് കൊടുക്കാം. പിന്നെ കാറ്റഗറീസിൽ ഹോം ആൻഡ് കിച്ചൺസ് എന്ന് പറയുന്ന കാറ്റഗറീസ്, അതിന് റെസ്പോണ്ടിങ് ആയിട്ട് ഇപ്പോൾ സബ് കാറ്റഗറീസ് ഒന്നുമില്ല. അങ്ങനെ എന്തെങ്കിലും അവൈലബിൾ ആണ് നമുക്ക് അതുകൂടി ഇതിൽ ആഡ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ കറൻ്റ്ലി ആട്രിബ്യൂട്ടായിട്ട് നമുക്ക് കുറേ ആട്രിബ്യൂട്ട്സ് അവൈലബിൾ ആണ്. അപ്പം ഈ ഒരു പ്രൊഡക്റ്റിന് ഞാനിപ്പോൾ ആട്രിബ്യൂട്ടായിട്ട് കളർ കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കളർ എന്ന് പറയുമ്പോൾ ഇത് ഇപ്പം ഡാർക്ക് ബ്ലൂ ആണ് അതിൻ്റെ കളർ വരുന്നത്. ബ്ലൂ. പിന്നെ ഇമേജസ് ആയിട്ട് നമുക്ക് നമ്മുടെ പ്രൈമറി ഇമേജ് ആയിട്ട് ആദ്യം തന്നെ നമ്മുടെ ഏതെങ്കിലും ഈ ഒരു സോഫ സെറ്റിൻ്റെ ഫസ്റ്റ് ഇമേജ് സെലക്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ബാക്കിയുള്ള ഇമേജസ് ആയിട്ട് നമുക്കിവിടെ മൾട്ടിപ്പിൾ ഇമേജസ് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പം സെലക്ട് ഓൾ കൊടുത്തിട്ട് ഓപ്പൺ കൊടുത്തു കഴിഞ്ഞാൽ ഈ 5 ഫയൽ അവിടെ സെലക്ട് ആവും. പിന്നെ ഈ ഒരു ആട്രിബ്യൂട്ട് പോർഷനിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന വേറൊരു ഫീച്ചറാണ്, നമുക്കിവിടെ ഈ കളറാണെങ്കിൽ എക്സ്ട്രാക്റ്റ് കളറിൻ്റെ കോഡ് നമുക്കിവിടെ കൊടുത്തു കഴിഞ്ഞാൽ അതിനനുസരിച്ചിട്ട് അതിൻ്റെ ആട്രിബ്യൂട്ട് അവിടെ മാറുന്നതാണ്. ഇപ്പം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഇവിടെ എനിക്ക് അനുസരിച്ചിട്ടുള്ള ഡാർക്ക് ബ്ലൂവിൻ്റെ ഏകദേശം ഒരു കളർ വെച്ചിട്ട് ഞാനൊരു കോഡ് HTML
കളർ കോഡ് ജനറേറ്റ് ചെയ്തിട്ട് ആ കോഡ് കോപ്പി ചെയ്ത് ഇവിടെ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ ഹാഷ് കോഡ് ശ്രദ്ധിക്കണം, ആ ഒരു കളർ കോഡ് നമുക്ക് നമ്മുടെ സിസ്റ്റത്തിലേക്ക് കാണുന്നതാണ്. അത് ലാസ്റ്റ് നമ്മുടെ സിസ്റ്റം ലോഡ് ചെയ്യുമ്പോൾ കാണിച്ചു തരാം. ഇതെല്ലാ ഡീറ്റെയിൽസും നമ്മളിപ്പോൾ ഓൾറെഡി ആഡ് ചെയ്തു. ഇനി സബ്മിറ്റ് കൊടുക്കാം. അപ്പം നമ്മുടെ പ്രൊഡക്റ്റ് ഇവിടെ ലിസ്റ്റിൽ വന്നിട്ടുണ്ട്. ഇനി നമ്മുടെ മെയിൻ സ്ഥലത്ത് പോയിട്ട് ഇവിടെ സെർച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ സിസ്റ്റം പ്രൊഡക്റ്റ് അവിടെ വന്നിട്ടുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ മെയിൻ ഇമേജസും അതിൻ്റെ ബാക്കിയുള്ള 5 ഇമേജസുമായിട്ട് അവിടെ കാണിക്കും. പിന്നെ അതിൻ്റെ ആട്രിബ്യൂട്ട് കളറായിട്ട് നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡാർക്ക് ബ്ലൂ കളറും അതിൽ നമ്മൾ എക്സാ കോഡ് കൊടുത്തതിനനുസരിച്ച് ആ ഒരു കളറും ഇവിടെ വന്നിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ജനറൽ പ്രൊഡക്റ്റ് ഡീറ്റെയിൽസ് ആയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ കൊടുത്ത ഇമേജസും വന്നിട്ടുണ്ട്. പിന്നെ മെയിൻ ഡീറ്റെയിൽസിൽ അതിൻ്റെ മെഷർമെൻറ്റ് കൊടുത്തിട്ടുണ്ട്. നമ്മളിവിടെ കൊടുക്കുന്ന HTML ടാഗിനനുസരിച്ചിട്ട് നമുക്ക് ഈ പറയുന്ന ഭാഗം അപ്ഡേറ്റ് ചെയ്യാവുന്നതാണ്. താങ്ക് യു.